ഫാമിലിയിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ തണ്ണിമത്തൻ വീഡിയോ കാണുമ്പോൾ ഞാൻ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളോട് വർഗീസ് സാറുണ്ട്. അപ്പോൾ സാർ നമസ്കാരം. അപ്പോൾ നമ്മളുടെ ഈ തണ്ണിമത്തനിൽ വരുന്ന പ്രധാന പ്രശ്നങ്ങളൊക്കെ ഒന്ന് കർഷകരുമായി പങ്കുവച്ചാൽ വളരെ നന്നായി. ഇവിടെ ശ്രീരാമഞ്ചിറയിൽ വിൽസൺ ചേട്ടനും മുൻ കൃഷിമന്ത്രിയായിട്ടുള്ള സുനിൽ സാറും ചേർന്ന് നിർത്തുന്ന ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ഒരു 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളതുകൊണ്ട് കുറേയേറെ പ്രശ്നങ്ങൾ ഇവർ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് പരിഹരിച്ചു പോകുന്നുണ്ട്. എന്നിരുന്നാലും കൃഷി ചെയ്യുന്ന പുതുതലമുറയിൽപ്പെട്ട ആൾക്കാരെന്നുള്ള രീതിയിൽ അവരും മനസ്സിലാക്കേണ്ട കുറെ ഭാഗങ്ങളുണ്ട്. പലരും പരാതി പറയാനുള്ള ഒരു ഭാഗമാണ് ഈ പുറത്ത് ആ പാട് വെളുത്ത നിറത്തിലുള്ള പാട് വരുന്നതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ആദ്യം ഈ ഒരു രീതിയിലാണ് കാണുക. ഇത് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് ഇതൊരു വെള്ള നിറത്തിലേക്ക് ഒരു പാടായിട്ട് മാറുന്നത്. ഫ്രൂട്ടിൽ കാണുന്ന ഈ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാട്, ഇത് നമ്മുടെ ഈ പച്ചക്കറികളിൽ കാണുന്ന പോലെ ചിത്രകീടത്തിനെ പോലെ തന്നെ ഇതിന്റെ ഈ പച്ച നിറത്തിൽ അതിനെ തിന്നുന്ന ഒരു ചെറിയ ജീവി കൊണ്ട് വരുന്ന ഒരു പാടാണത്. അപ്പൊ അതിനെ നമുക്ക് ചെറിയ രീതിയിൽ സസ്യ സംരക്ഷണ മരുന്നുകൾ കൊടുത്തു തന്നെ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുള്ളൂ. പുതുതലമുറയിൽപ്പെട്ടിട്ടുള്ള മരുന്നുകൾ കൊടുത്തിട്ട് തന്നെ നമുക്കതിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റും. CTPR എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് ഉള്ളതും ലാംഡ എന്നുള്ളൊരു കണ്ടന്റ് കൂടി ചേർന്നിട്ടുള്ള ഒരു മരുന്നിനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും. ഒരിക്കലും ഇത് ഈ ഫ്രൂട്ടിന്റെ ക്വാളിറ്റീനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ അല്ല. എന്നാലും മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ വരുമ്പോൾ ഒരാളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന്റെ കാഴ്ച ഭംഗി കുറയ്ക്കുന്ന ഒരു ഭാഗം എന്നല്ലാതെ ഒരിക്കലും ഇതിന്റെ ഉള്ളിൽ വരുന്ന കണ്ടന്റിനോ ടേസ്റ്റിനോ ഒരു രീതിയിലും ബാധകമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക, ഇങ്ങനെ കാണുന്ന ഒരു പ്രശ്നം ഈ പറയുന്ന ഒരു ചെറിയ ജീവി നമുക്ക് വരുത്തി വെക്കുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. എത്ര ml ആണ് നമ്മളത്? എങ്ങനെയാണത്? അതൊരു 1 മില്ലി കൂടുതൽ, 1 ലിറ്ററിൽ 1 മില്ലി എന്നുള്ള ഒരു അളവിൽ മാത്രം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ അതിനെ അവഗണിക്കുക. വ്യാപകമായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു സംരക്ഷണ ഉപാധി കൊടുത്തിട്ട് ഇതിനെ നിയന്ത്രിച്ച് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. ചെറിയ പ്രശ്നങ്ങൾക്കൊന്നും ഒരിക്കലും നമ്മൾ ഈ സസ്യ സംരക്ഷണ മരുന്നുകളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. വ്യാപകമായ രീതിയിൽ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇതിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ശ്രീരാമഞ്ചിറ പാടശേഖര സമിതി സെക്രട്ടറി, തൃശ്ശൂർ ജില്ലയിൽ താനി മന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പാടശേഖരമാണ് ശ്രീരാമഞ്ചിറ പാടശേഖരം. അതിൽ ഞങ്ങള് വിരിപ്പ് കൃഷിക്ക് ശേഷം 3-4 കൊല്ലമായി തണ്ണിമത്തൻ കൃഷി വ്യാപകമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. 20 ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. കഴിഞ്ഞ 3 വർഷവും നമുക്കത് വൻ വിജയമായിരുന്നു. ആദ്യത്തെ വർഷം നമുക്ക് സ്റ്റേറ്റ് ഹോർട്ടിമിഷന്റെ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. കൃഷി വകുപ്പിന്റെയും സഹായങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കൃഷിമന്ത്രിയും കൂടി നിങ്ങൾ ചേർന്നാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളതൊന്ന് അറിഞ്ഞു. എങ്ങനെയാണത്? സുനിൽകുമാർ ചെയർമാനായ കാർഷിക സംസ്ഥ കൃഷിയിൽ നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരായിട്ട് നമുക്ക് സാങ്കേതിക സഹായങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ പാടത്ത് വരികയും നമ്മൾ കാണാത്ത ചെടികൾ പോലും ആൾ കണ്ടെത്തി നമുക്ക് അതിന് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി പഴയ കൃഷിമന്ത്രി കൃഷിയിൽ വളരെ താല്പര്യമുള്ള ഒരാളാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്രയും വർഷത്തെ ഒരു പരിചയം എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. നമ്മൾ ഇത്രയും ലാഭമുള്ള കൃഷി എന്ന് പറഞ്ഞിട്ട് പല കർഷകർ ഇതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താ പറയാ, അവരൊരു അറിവില്ലായ്മ കൊണ്ട് കൃഷി നഷ്ടത്തിലേക്ക് ആയി എന്ന് പറയുന്ന കർഷകരുണ്ട്. അപ്പൊ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന കർഷകരോട് നമുക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കാൻ? സാധാരണ രീതിയിൽ നമുക്ക് 1 ഏക്കർ കൃഷി ചെയ്യുന്നതിന് 60,000 രൂപ വരെ നമുക്ക് ഏകദേശം ചെലവ് വരുന്നുണ്ട്. 1 ഏക്കറിന്. അത് ഫുള്ള് ഡ്രിപ്പ് ലൈൻ ഇട്ട് മറ്റേ മൾച്ചിങ് ഷീറ്റ് വിരിച്ച് അല്ലാതെ നല്ല ഹൈടെക് ആയിട്ടാണ് ആ കൃഷി നമ്മൾ ചെയ്യുന്നത്. അപ്പോ കൃത്യത കൃഷി മൂലം നമുക്ക് വെള്ളം കൃത്യമായി എല്ലാ ചെടികളുടെ കടക്കിൽ എത്തിക്കാനും വളവും അല്ലാതെ എത്തിക്കാനും നമുക്ക് സാധിക്കും. ഫസ്റ്റ് നമ്മൾ അടിവളം ഇട്ട് വാരം കോരി ഡ്രിപ്പ് ലൈൻ വിരിച്ച് ഷീറ്റ് ഇട്ട് നിലവിരിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് നടുന്നത്. അതിനുശേഷം 3 ദിവസം ഇടവിട്ട് വളങ്ങൾ, ഇതിന്റെ ഫെർട്ടിലൈസർ മുഴുവൻ വാട്ടർ സോയിലബിൾ ഫെർട്ടിലൈസേഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അതുമാതിരി ഇതിനുള്ള കുറെ സ്പ്രേകളുണ്ട്, കാൽസ്യം, ബോറോൺ, എക്സൽ, അങ്ങനെ അതെല്ലാം കൃത്യമായ രീതിയിൽ ചെയ്താൽ മാത്രമേ ഇതിന്റെ പിന്നിൽ നമ്മൾ നിന്നുകൊണ്ട് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് പൂർണ്ണമായി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. യൂട്യൂബിലും മറ്റും കേട്ടുകൊണ്ട് എടുത്തു ചാടി കൃഷിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്
ഭയങ്കര പരാജയമായിരിക്കും. അതായത് ഒരു 50 സെന്റ് ഒരു 10 കായ് കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ പല കർഷകരും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു അറിവില്ലായ്മ കൂടി പ്രധാന ഒരു ഘടകം തന്നെയാണ്. ഇവിടത്തെ മണ്ണിന്റെ ഇതിന് ഏകദേശം നമുക്ക് എങ്ങനെയാണ് ഒരു ഉത്പാദനം എങ്ങനെയാണ് ഒരു ഏക്കർ നമുക്ക്? ഇവിടെ നമുക്ക് ഒരു ഏക്കർക്ക് 8 മുതൽ 10 ടൺ വരെ ലഭിക്കും. ഇതിപ്പോ ഞങ്ങൾ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വ്യാപകമായിട്ട് കുറെ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ അതിന്റെ സാങ്കേതിക നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ എന്റെ അടുത്താണ് കുറെ പേര് ചോദിക്കുന്നത്. അത് പല മണ്ണിന്റെ പല പുഷ്ടിക്ക് അനുസരിച്ച് അത് പല സ്ഥലത്തും കൂടിയും കുറഞ്ഞിരിക്കും. 2 ടൺ വരെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇവിടുത്തെ ഫലപുഷ്ടി അനുസരിച്ച് നമുക്ക് മാക്സിമം ഒരു 10 ടൺ വരെ കിട്ടുള്ളൂ. ചിലപ്പോൾ ഇതിനകത്ത് ഈ കായ്പുഴുവിന്റെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ആ കായ്പുഴു കുത്തിയിട്ട് പോകുന്നതാണ്. ഇതിനകത്ത് തീർച്ചയായിട്ടും ഇന്ന് വിപണിയിൽ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ കായ്പുഴുവിനെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ കായ് ഈച്ചേനെ നിയന്ത്രിക്കാനായിട്ടുള്ള നമുക്ക് യെല്ലോ കാർഡ്, ഗ്രീൻ കാർഡ്, വൈറ്റ് കാർഡ് 3 ടൈപ്പിലുള്ള കാർഡുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ കായ് ഈച്ചേനെ നിയന്ത്രിക്കാൻ വേണ്ടുന്ന ഈ കാർഡുകൾ നമ്മൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആ സ്റ്റിക്കിംഗ് പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഈ കീടങ്ങൾ ആകർഷിക്കപ്പെട്ടിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിന് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ഉൽപ്പാദനം കൂട്ടിയെടുക്കാൻ പറ്റും. തുടക്കം മുതലേ ഉള്ള ഇതിന്റെ വളപ്രയോഗം നമ്മൾ കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെയാണെങ്കിലും ആ ഭാഗത്തുള്ള ഒരു ബെഡിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ചെടിയുടെ എതിരുകൾ പൊട്ടിയിട്ട് കാര്യമായിട്ടും വന്നിട്ടില്ല. അപ്പൊ അത്രയും കൂടുതൽ വള്ളികൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ കായ് ഉണ്ടാകാനുള്ള ചാൻസ് നമുക്ക് കൂടുതലുണ്ട്. ഈ ശിഖരങ്ങൾ കുറവായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് അവിടെ കിട്ടുന്ന രീതിയിലത്തെ ഒരു ഉൽപാദനം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളപ്രയോഗം എന്ന് പറയുന്നതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. സാധാരണ കൃഷിനെ വിട്ടിട്ട് ഒരു 3 ദിവസം കൂടുമ്പോൾ അല്പാൽപമായിട്ടുള്ള അളവിൽ ഡ്രിപ്പിലൂടെ കൃത്യമായിട്ട് ന്യൂട്രിയന്റ് കൊടുത്താൽ മാത്രമേ ചെടിയുടെ വളർച്ച കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടുള്ള ഒരു ആദായത്തിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. 70 ദിവസം മുതൽ 80 ദിവസം കൊണ്ട് നമ്മൾ ഈൽഡ് എടുക്കുന്ന ഒരു കൃഷി ആയതുകൊണ്ട് വളപ്രയോഗ കാര്യത്തിൽ നമ്മൾ മറ്റുള്ള കൃഷിയെ പോലെ കുറച്ച് മടിച്ചു നിന്നാൽ, അല്ലാതെ അറിയില്ലാതെ ഈ കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം ഈൽഡ് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. 10 ടൺ എന്ന് പറയുന്നത് ഈ ഒരു മേഖലയെ വെച്ചിട്ട് കൊള്ളാവുന്ന ഒരു ഈൽഡ് ആണെങ്കിലും 25 ടൺ ആവറേജ് എടുക്കുന്ന ധാരാളം കർഷകരുണ്ട്. കുറച്ച് ഭാഗം കൂടി ഇപ്പൊ 3 വർഷം കൊണ്ടാണ്, ആദ്യത്തെ വർഷത്തിലൊന്നും ഇവർക്ക് ആ ഒരു ഈൽഡിലേക്ക് എത്തിയിട്ടില്ല. ആദ്യ വർഷമൊക്കെ എത്ര കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ഇവിടുന്ന്? 6 ടണ്ണാണ് ആദ്യ വർഷം കിട്ടിയത്. ആ 6 ടണ്ണിൽ നിന്ന് 10 ടൺ എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് വരെ ഇപ്പൊ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്ത ഭാഗത്ത് പഠിച്ച് ക്ലിയർ ചെയ്ത് വന്നാണ് നമ്മൾ ഇത്രയും എത്തിയത്. മുൻ വർഷങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസപ്പെടുത്തി നമുക്ക് നല്ലൊരു ഈൽഡ് ഇതിനകത്ത് എടുക്കാൻ പറ്റും. പിന്നെ കർഷക സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, ഒരു ചെടിയുടെ എപ്പോഴും വളർച്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഈ തളിരലയിലേക്ക് വരുന്ന ഭാഗത്താണ്, അല്ലെങ്കിൽ കൂമ്പിന്റെ ആ ഒരു ഭാഗത്തേക്ക്. ഇവിടെ വരുന്ന സമയത്ത് ഇതിന്റെ ഈ തളിരലകൾ വളരെ ശുഷ്കിച്ച് തണ്ടിന് കട്ടി കുറഞ്ഞ് വരുന്ന രീതി കാണുന്നുണ്ട്. എപ്പോഴും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വളരുന്ന ഭാഗവും ഈ ഒരു തണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രണ്ടിന്റെ കട്ടിയിലുള്ള വ്യത്യാസം. രണ്ടിലും വരുന്ന വ്യത്യാസം ഇലയുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന സമയത്ത് ഇതിന്റെ വേരിലൂടെ ഈ വളർച്ചയ്ക്ക് സപ്പോർട്ടീവായിട്ട് കിട്ടേണ്ട ന്യൂട്രിയന്റ് ഈ ചെടിയിലേക്ക് കയറി വരുന്നതിൽ ഏതോ ഒരു ഭാഗത്ത് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആ ചെടിയുടെ ചോട്ടിലേക്ക് വരുന്ന ഡ്രിപ്പ് ലൈൻ നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രിപ്പ് ലൈൻ ശ്രദ്ധിക്കുന്നത് കൂടാതെ തന്നെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഒരു 15 അല്ലെങ്കിൽ 20 ദിവസത്തെ ഇടവേളകളിൽ നമ്മളൊരു ഫോളിയാർ സ്പ്രേ നമ്മൾ ഡ്രിപ്പിൽ കൊടുക്കുന്ന വളത്തിനെ കൂടാതെ ഒരു രീതിയിലും ചെടിക്ക് ഒരു കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രിപ്പിൽ കൊടുക്കുന്നത് കൂടാതെ നമ്മളൊരു ഫോളിയാർ സ്പ്രേ കൊടുക്കുക. അപ്പോൾ ആ ഫോളിയാർ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഉൽപാദനത്തിന്റെ ഒരു ഭാഗത്തും നമുക്കൊരു നഷ്ടം വരുന്ന കാര്യങ്ങൾ സംഭവിക്കുകയില്ല. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതു ഇല വരുന്നത്, നാമ്പ് വരുന്നതിന്റെ കരുത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ മണ്ണിൽ നിന്ന് ശരിയായിട്ട് പോഷകങ്ങൾ ചെടി വലിച്ചെടുത്ത് വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നം ചെടിയുടെ വളരുന്ന ഭാഗത്ത് നമുക്ക് കാണുകയല്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് നമ്മൾ ഷെഡ്യൂൾ പ്രകാരമുള്ള ഫെർട്ടിലൈസർ കൊടുത്താൽ പോലും ഈ ഒരു വളർച്ചക്കുറവ് കണ്ടാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ഫോളിയാർ എപ്പോഴും കൊടുക്കണം. കാരണം ഡ്രിപ്പിലൂടെ വെള്ളം വളത്തിനോടൊപ്പം നമ്മൾ കയറ്റി വിടുമ്പോൾ എല്ലാ ഡ്രിപ്പ് ഹോളും ഇതിന്റെ വളർച്ചയുടെ അവസാനം വരെ അടയാതെ വളം കിട്ടണമെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുകയില്ല. ചില സമയങ്ങളിൽ, കാരണം വെള്ളം സ്ഥിരമായിട്ട് പോകുന്ന പൈപ്പ് ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ പായൽ പോലുള്ള വസ്തുക്കൾ വന്നിട്ട് ഈ ഹോൾസ് അടയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട്. യൂറിയ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ ഗ്രേഡിൽ വരുന്ന തന്നെ ഒരു വളമുണ്ട്, യൂറിയ ഫോസ്ഫേറ്റ്. ആ യൂറിയ ഫോസ്ഫേറ്റ് നമ്മൾ ഈ ഡ്രിപ്പിലൂടെ നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഈ പായൽ രൂപത്തിൽ ഇതിന്റെ ഹോൾസ് അടയ്ക്കുന്ന ആ കണ്ടന്റുകളെല്ലാം അലിയിച്ച്
ഹോൾസ് ക്ലിയർ ആക്കുന്നത് കൂടാതെ ഒരു വളപ്രയോഗത്തിന്റെ എഫക്റ്റ് കൂടി ചെടിക്ക് കൊടുക്കും. അപ്പോൾ എപ്പോഴും ഒരു 30 ദിവസത്തിന്റെ സമയം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 35 ദിവസം പ്രായമാകുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഈ യൂറിയ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന വളം, അത് ഒരേ സമയം വളമാണ്, ഒരേ സമയം ക്ലീനിങ് ഏജന്റ് ആണ്. അത് ഈ പറയുന്ന വെഞ്ചുറി വഴി നമ്മൾ അവിടെ നിന്ന് കലക്കിയിട്ട് ഡ്രിപ്പിൽ കയറ്റി വിട്ടാൽ ഡ്രിപ്പ് ഹോൾ അടയാതെ കൃത്യമായിട്ട് എല്ലാ ചെടിയുടെ ചോട്ടിലും നമുക്ക് ആ വെള്ളം എത്തുന്ന രീതിയിൽ ഇതിനെ ക്ലീൻ ആക്കി നിർത്താം. നമ്മളെ ഫിറ്റ് ചെയ്ത സമയത്തുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അത് പ്രധാനമായിട്ടും നമ്മൾ അളവ് എങ്ങനെയാണ് ഒരു ഏക്കറിലേക്ക്? അത് ഒരു ഏക്കറിലേക്ക് ഒരു 4 കിലോ അത് വെഞ്ചുറി വഴി നമ്മൾ കൊടുക്കുക. ഈ വെഞ്ചുറിയിൽ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എത്ര ദൂരം, ഇത് ഒരു ഏക്കർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ അളവ് പറയുന്നത്. അപ്പൊ വെഞ്ചുറിയിൽ നിന്നുള്ള ഒരു വാൽവ് അറ്റ് എ ടൈം നമ്മൾ ഡ്രിപ്പിൽ വിട്ട് കഴിഞ്ഞാൽ എത്ര ഏരിയ കവർ ആകുമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ന്യൂട്രിയന്റിന്റെ അളവ് തീരുമാനിക്കാനായിട്ട്. അപ്പൊ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് അളവ് എപ്പോഴും ഒരു ഏക്കർ എന്നുള്ള ഒരു അളവിലാണ്, അനുപാതത്തിലാണ് പറയുന്നത്. അപ്പൊ 50 സെന്റ് വരുന്ന ഭാഗം ഉണ്ടാവും ചിലപ്പോൾ ഒരു വാൽവിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിന്റെ അളവിനെ കറക്റ്റ് ചെയ്യണം. പിന്നെ ചില സമയത്ത് നമ്മൾ ഫ്രൂട്ട് നോക്കുന്ന സമയത്ത് ഒരു ശരിയായ ഒരു ഷേപ്പിലല്ലാതെ ചിലപ്പോൾ ഒരു വളവ് കൂടുതലുള്ള രീതിയിലൊക്കെ ഫ്രൂട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഫ്രൂട്ട് എല്ലാം നമ്മൾ വിൽക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സെക്കൻഡോ തേർഡോ ക്വാളിറ്റിയിലേക്ക് മാത്രമേ ചിലപ്പോൾ ആരും എടുക്കുക പോലുമില്ല. അങ്ങനെ ഒഴിവാക്കി നമുക്ക് പോകേണ്ടി വരും. അത് പ്രധാനമായിട്ടും ശരിയായ അളവിൽ ചെടിക്ക് കാൽഷ്യവും ബോറോണും കിട്ടാതെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രൂട്ടിലാണ് അങ്ങനത്തെ ഒരു വികൃതമായ ഷേപ്പിൽ ഫ്രൂട്ട് ഉണ്ടായി വരുന്നത്. അപ്പോൾ എല്ലാ മൂലകങ്ങളും ചെടിക്ക് ആവശ്യമാണ്. അതിപ്പോൾ അത് വളർച്ചയുടെ സ്റ്റേജ് അനുസരിച്ചിട്ട്, ഫ്രൂട്ടിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് ഇതൊരു ഷെഡ്യൂൾ പ്രകാരം നമ്മൾ കൊടുക്കണം. ഏതൊരു ചെടിയെ പോലെ തന്നെ തണ്ണിമത്തലിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, തൈയായിരിക്കുന്ന ഒരു സമയം, വേര് വളരുന്ന മാക്സിമം വളർച്ചയിലേക്ക് വരുന്ന ഒരു സമയം, തണ്ട് ഇലയും വളരുന്ന ഒരു സമയം, ഫ്ലവറിങ് തുടങ്ങുന്ന സമയം, ഫ്രൂട്ട് സെറ്റിംഗ് ആയി വരുന്ന ഒരു സമയം, പിന്നെ ആ ഫ്രൂട്ടിന് വലിപ്പം കൂടുന്ന സമയം, പിന്നെ മാക്സിമം മെച്യൂരിറ്റി എത്തുന്ന ഒരു സമയം. അപ്പൊ ഇത്രയും വളർച്ചയുടെ സ്റ്റേജിൽ ഒരേ വളം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഈ വളർച്ചയ്ക്ക് കൂട്ടാൻ വേണ്ടുന്ന പല ഗ്രേഡ് ഉൽപ്പന്നങ്ങൾ ഇന്ന് ലഭ്യമാണ്. അപ്പൊ ആ വളർച്ചയുടെ സ്റ്റേജിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന കൃത്യതയുള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്താൽ മാക്സിമം റിസൾട്ട് എടുക്കാൻ പറ്റും. ഈ 25 ടൺ 20 ടൺ എടുക്കുന്നവരുടെ സക്സസ് സ്റ്റോറി അതാണ്. വളർച്ചയുടെ സ്റ്റേജിൽ വേണ്ടത് കൃത്യമായ അനുപാതത്തിൽ കൊടുക്കുന്നു, കൃത്യമായ ടൈമിൽ കൊടുക്കുന്നു. അനുപാതം, ടൈം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രിപ്പിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇടയിലൊക്കെ ഇങ്ങനെ വാടി നിൽക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ് അതിനെ? 2 രീതിയിലത്തെ പ്രശ്നം വരാം. ഒന്ന്, കൃത്യമായിട്ടുള്ള നനവ് എത്തിപ്പെടാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് വരാം. പിന്നെ കുമിൾ രോഗത്തിന്റെ പ്രശ്നം ഇതിന് വരാം. കുമിൾ രോഗം സാധാരണ വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന്റെ രീതി മനസ്സിലാക്കിയിട്ട് നമ്മൾ കുമിൾ രോഗത്തിൻ്റെതാണെങ്കിൽ അതിന് വേണ്ടുന്ന പ്രതിവിധികൾ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇനി അതല്ല, ഡ്രിപ്പ് ഹോൾ അടഞ്ഞ് വെള്ളം കിട്ടാതെ വാടുന്ന ഒരു പ്രശ്നമാണെങ്കിൽ നമ്മൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി ആ ഡ്രിപ്പ് ഹോള് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മള് യൂറിയ ഫോസ്ഫേറ്റ് വേറെ എന്തെങ്കിലും വളത്തിന്റെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും കൂടി വളം മിക്സ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഈ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു ന്യൂട്രിയന്റ് അതിലേക്ക് വിടുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യത്തിന് മുൻഗണന കൊടുക്കുക. കാരണം ഇതൊരു വളമാണ്. അതിനകത്ത് 17% നൈട്രജനും 44% ഫോസ്ഫറസും ഉള്ള ഒരു വളമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു 100% ക്ലീനിങ് എന്ന് പറഞ്ഞൊരു പർപ്പസ് മാത്രമല്ല, ചെടിക്ക് വളരാൻ വേണ്ടുന്ന പോഷകങ്ങളും അതിനകത്തുണ്ട്. വേറെ ഒന്നും അതിലേക്ക് ആഡ് ചെയ്യണ്ട. കാരണം ഫസ്റ്റ് ഡ്രിപ്പ് ഹോൾ ക്ലിയർ ആകാതെ നമ്മൾ കൂടുതൽ വിലയുള്ള ഐറ്റങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചെടിക്കും അത് കിട്ടണമെന്നില്ല. അപ്പൊ ആദ്യമേ നമ്മൾ ആ ഡ്രിപ്പ് ഹോള് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ന്യൂട്രിയന്റ് ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ചെടിക്കും കൃത്യമായ അനുപാതത്തിൽ കിട്ടും, വേസ്റ്റേജ് ഉണ്ടാവില്ല. ആദ്യം നമ്മളത് ക്ലിയർ ചെയ്യാണ്ട് കൊടുത്താൽ എല്ലാ ചെടിക്കും കിട്ടുകയില്ല, കുറച്ച് ചെടിക്ക് മാത്രമേ കിട്ടുള്ളൂ, ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും യൂറിയ ഫോസ്ഫേറ്റ് കൊടുക്കുമ്പോൾ തനിയെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. ഇന്ന് കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വിളകളിൽ പെട്ടിട്ടുള്ള ഒന്നാണ് നമ്മുടെ തണ്ണിമത്തൻ. അതായത് ധാരാളം കർഷകർ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇതിൽ വരുന്ന കീടങ്ങളെയും രോഗങ്ങളെയും കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയില്ല. ഇനി ധാരണയുണ്ടായാൽ തന്നെ ഇതിന് എന്തൊക്കെ മരുന്നുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാതിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ വീഡിയോ വലുതായതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. പാർട്ട് 2മായി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് പാർട്ട് 2മായി കാണാം.